ഞാൻ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോയി. വരുന്നോ? വാ പോകാല. കുന്നിൻ്റെ മുകളിൽ ഹിൽ സ്റ്റേഷൻ കിട്ടില്ലം പോലത്തെ കുന്നാണ് മക്കളെ. നിങ്ങൾ കാണണം. ഞാൻ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് വട്ടം പോയിട്ടുണ്ട് മുമ്പ്. ഇപ്പോൾ ഒന്നല്ല, കുറേ ആയി. നല്ല കിട്ടില്ലം പോലത്തെ സ്ഥലമാട്ടാ. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല സുഖമാണ് അതിൻ്റെ മുകളിൽ. ഇവിടെ മുകളിൽ പോയിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടാ. പോവാ. അപ്പോൾ വീട്ടിലല്ലേ ഇറങ്ങാട്ടാ. പിന്നെ പോകുന്നതിന് മുമ്പ് ഞാനൊരു സംഭവം കാണിച്ചു തരാം. എൻ്റെ ടെൻറ്റ് സംഭവം 2-3 വർഷമായി. പക്ഷേ ഇതൊരു ഉപയോഗിച്ചിട്ടില്ല. ഇത്ര കൊല്ലം 2-3 വർഷം ഉപയോഗിച്ചിട്ടില്ല. അതൊരു കേട്ടോ വാങ്ങിയ പാട് ഡെക്കാത്തലോന്ന് വാങ്ങിയത് കേട്ടോ. 2 പേഴ്സൺ ടെൻറ്റ്. 2 പേഴ്സൺ. അപ്പോൾ ഞാനത് വാങ്ങിയിട്ട് എന്താക്കി, അതിൻ്റെ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് മാളയ പാർക്കിൽ നിന്ന് അൺബോക്സ് ചെയ്തു. ഞാൻ തഫിനും കൂടി പോയിട്ട് അൺബോക്സ് ചെയ്തു മാളയ പാർക്ക്. വെറൈറ്റി അൺബോക്സിങ് മാളയ പാറ. എന്നിട്ട് എന്ത് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ ഇടയ്ക്ക് 1-2 ഫോട്ടോഷൂട്ട്, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി മാളയ പാർക്കിൽ തന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി എടുത്തിന്. ഒന്നും നടന്നിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് എടുത്തെന്നറിയാം, അത് വാങ്ങിയെന്നറിയാം. ഇതുപോലെ കുന്നിൻ്റെ മുകളിലെല്ലാം പോയിട്ട് ടെൻ്റ് അടിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് രസം ഉണ്ടാവില്ലേ? പൊളിയാണ്, പൊളി. പക്ഷേ ഒന്നുമേ നടന്നിട്ടില്ല. ഒന്ന് കുന്നിൻ്റെ മുകളിലെല്ലാം പോയിട്ട് ഇങ്ങനെ ടെൻ്റ് അടിക്കാൻ, പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഇടലോ ടെൻ്റ് അടിക്കാൻ ഭയങ്കര രസമല്ലേ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് വാങ്ങിയിട്ട് ഇതുവരെയായിട്ട് എവിടെയും ഞാൻ ടെൻ്റ് അടിച്ച് നിന്നിട്ടില്ല. അതാ സംഭവം, നിങ്ങൾ മനസ്സിലാക്കണം. ടെൻ്റ് അടിച്ച് നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ആ കുന്നിന് മുകളിൽ പറ്റുമെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കാം. പറ്റുമെങ്കിലേ, ഉറപ്പില്ല. ഓക്കെ, ടെൻ്റ് അടിക്കാൻ പറ്റുമോയെന്നല്ല, അവിടെ എത്തുമ്പോൾ ലേറ്റായ എന്താ സിറ്റുവേഷൻ, നമുക്ക് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. ഓക്കെ, പോവാ. കുന്നിൻ്റെ പേര് പറഞ്ഞുതരാം. ഉടുമ്പും കുന്ന്. ആ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവില്ല. ഉടുമ്പും കുന്ന്. പോവാ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേ. വീഡിയോ ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചേട്ടാ. പിന്നെ നിങ്ങൾ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, വേറൊന്നുമില്ലല്ലോ. വിടാ. വിശക്കുന്ന് ഒന്നും കഴിച്ചിട്ടില്ല. പോകുന്ന വയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. നമുക്കിങ്ങനെ ആടിപ്പാടി പോകാം. ഓക്കെ, ആടിപ്പാടി പോകാം. അപ്പിഷും ടെൻറ്റ് 2 പേഴ്സൺ ടെൻറ്റ് ഡെക്കാത്ലോൺ 100 ടെൻറ്റ് 100 കണ്ട 2 പേഴ്സൺ 1 2 തന്നെ 2 പേഴ്സൺ 2 അടക്കാം. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ വാങ്ങിനി, സ്ലീപ്പിംഗ് ബാഗ്. അത് ടെൻ്റ് അടിച്ചിട്ടായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ടെൻറ്റിനുള്ളിൽ പിരിച്ചിനി. അത് ജസ്റ്റ് അപ്പം തന്നെ മടക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. പിന്നെ എനിക്കെപ്പോൾ ഉപകാരപ്പെട്ട അറിയാം, 1-2 വട്ടം പനി പിടിച്ച സമയത്ത് ഞാനത് പോസിറ്റിട്ട് കിടന്ന്. എൻ്റെ മക്കളെ, രാത്രി പോസ്റ്റ് കിടന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് പനിയെല്ലാം പമ്പ കിടന്നു. സംഭവം രാവിലെ എണീക്കുമ്പോഴത്തേക്ക് വേർത്ത് കുളിച്ചിന്. പനിയെല്ലാം വേർപ്പായിട്ട് പോയി. എന്നിട്ട് വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചതോ. അപ്പോൾ അത് ഇടുന്നുണ്ട്. അത് മിന്നാന്ന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ തഫി വേഗം സെറ്റാക്കി വെക്ക്, വാഷ് ചെയ്ത്. ഇനി അങ്ങോട്ടേക്ക് കിട്ടലം പോലത്തെ സംഭവങ്ങൾ ചെയ്യാനുണ്ടെന്നാണ്. കിട്ടലം പോലെ സംഭവങ്ങൾ വരാനുണ്ട്. തഫി വാഷെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാടുണ്ട്, അലമാറിയിലുണ്ട്. മടക്കി ചുറ്റി അടിപൊളി. അതിൻ്റെ ബാഗുണ്ട്, അതിൻ്റെ ഒരു കവറുണ്ട്, അതിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ, ഈ കമ്പനി തന്നെ. അപ്പോൾ നമ്മൾ പൊളിക്കും. സത്യം പറഞ്ഞാൽ ടെൻ്റ് അടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ടെൻ്റ് വാങ്ങി. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്. പിന്നെ വേറെ കാര്യം പറയണ്ട, അത് വൈകി പറയാം. ഓക്കെ, വിടാ. ഒരു ഡോഗ്. എൻ്റെ മോൻ ഇത് എടുത്തിയാന്ന് മോനെ. ഭയങ്കര ഇടങ്ങാറാണ് നിങ്ങളെ കൊണ്ട്. ഇട്ടങ്ങാറ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലമില്ല. ഇത് കണ്ടോ, ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാം വന്നിട്ട് കടന്ന് തരയും. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു കല്ലെടുത്തിട്ടൊന്ന് കൊടുക്കട്ടാ. നാടാ കണ്ടാ. ഓടി ഭയങ്കര ഇടങ്ങാറ്. ഓക്കെ, വിടാ. എനിക്ക് വിശക്കുന്നു. പോകുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും, നോക്കിയിട്ട് കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാട്ടാ. വിശക്കുന്നു. ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അതാ സംഭവം. ഓക്കെ, വിടാ. ടെൻ്റ് എടുത്തിട്ട് വണ്ടിയിൽ വെക്കാം. പിന്നെ നല്ല
പിന്നെ എൻ്റെ ചെറിയൊരു ബാഗ് ഇതാ, ഇതിൽ കുറച്ച് ബാറ്ററിയും എൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് മൈസൂർ ദസറക്ക് പോകുമ്പോൾ എടുത്തിന്, അതേ എടുത്തിട്ടില്ല, വേറെ എവിടെയും പോകുമ്പോൾ അങ്ങനെ എടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. കണ്ട ഇത് ക്രോസ് ചെയ്തിട്ടിടുന്നത്, മനസ്സിലായില്ലേ? ഉള്ള സംഭവം ക്രോസ് ചെയ്തിട്ടിടുന്നത്. ഓക്കെ, പോവാ. ടെൻ്റ് എടുത്തിട്ട് വണ്ടിയിലൊക്കെ, ടെൻ്റിൽ പിടിയെല്ലാം ഉണ്ട്, കണ്ടോ ഇങ്ങനെ നെയ്റ്റുന്നത്, കണ്ടോ ഇങ്ങനെ നെയ്റ്റിട്ട് നമുക്ക് വണ്ടിയിൽ വെക്കാം. അത് നമ്മുടെ ചെറുക്കൻ ഇവിടെ കിട്ടെ, ഇവിടെ മതി. അങ്ങനെ ആ വീട്ടിൽ നിന്ന് വിട്ട് ബെഷ്കുന്ന ഒന്നും കഴിക്കണം, ബെഷ്കുന്ന് ഒന്നും കഴിക്കാത്തതുകൊണ്ടാണ് ബെഷ്കുന്നത്. ഇവിടെ നിർത്താം, ചവിട്ട കിടങ്ങ് ചവിട്ട കേട്ടാ. അപ്പോൾ അടക്കണ്ട നായി ഇതെങ്ങെത്തി, അത് പോയി. ഡോഗിനെ കൊണ്ട് ഭയങ്കര, ഈ ഡോഗെന്നല്ല, ഒരു 3-4 പേരെയുണ്ട് ഇഷ്ടം പോലെ. ഭയങ്കര ഇടങ്ങാറാണ് ഡോഗിനെ കൊണ്ട്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇടങ്ങാറ്, സീനാണ്. ചെരുപ്പെല്ലാം എടുത്ത് കടിച്ചുകൊണ്ട് പോകും, അതാണ് പ്രശ്നം. ഇപ്പോഴത്തെ വീട്ടിലെ ചെരുപ്പെടുത്ത് റോഡും വീടും, ഏതോ വീട്ടിലെ ചെരുപ്പെടുത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടിടും, നമ്മളെ വീട്ടിലെ ചെരുപ്പെടുത്ത് ഏതോ വീട്ടിൽ കൊണ്ട് പോയിടും. ആടിട് തന്നെ ആരോട് പറയാനല്ലേ, ആരോട് പറയണ്ടടാ. പിന്നെ പറയാൻ വിട്ടുപോയി, ഇപ്പോൾ സമയം 4 മണി കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 3/4 മണിക്കൂർ ഓടാനുണ്ട്, ഒരു 30 കിലോമീറ്റർ. ഞാൻ പറശ്ശിനിക്കടവ് വഴിയാണ് പോകുന്നത് കേട്ടോ. പറശ്ശിനിക്കടവ് അമ്പലമില്ലേ, മുത്തപ്പൻ അമ്പലം, അതിൻ്റെ റൂട്ട് കേട്ടോ. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയില്ലേ, അതിൻ്റെ റൂട്ട് പോവാം, അതിലൂട്ടിയാണ് പോകേണ്ടത്. അപ്പം ഞാൻ തലപ്പുറം വഴിയാണ് റൂട്ട് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഞാൻ അതിലൂടെ പോകുന്നില്ല, ഞാൻ നമ്മളെ ചെറുന്ന് അങ്ങനെ നേരെ ചൈനാക്കിളി, അങ്ങനെ മോറാഴ, അതുവഴി അങ്ങനെ മാങ്ങാട് നേരെ പറശ്ശിനിക്കടവ്, മാങ്ങാട് കഴിഞ്ഞ് പിന്നെ വിസ്മയ പാർക്കില്ലേ, അതിൻ്റെ അതിലൂട്ട് അങ്ങനെ പറശ്ശിനിക്കടവ്, അതുവഴി അങ്ങനെ പോകും. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഇപ്പോൾ 4 മണി, 3/4 മണിക്കൂർ ഓട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണിയാവും അവിടെ തന്നെ, 5 മണിയാവും. എനിക്കിപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ ജസ്റ്റ് കയറണം, അവിടെ കുറച്ച് സമയം ഇരിക്കണം, അതാണ് എൻ്റെ മൈൻഡിൽ. ശരിക്കും പറഞ്ഞാൽ അതാണ് എൻ്റെ മൈൻഡിൽ. ഞാൻ 2 ദിവസമായി പോകാൻ വിചാരിക്കുന്നു. ഇന്നലെ പിന്നെ ഇറങ്ങുമ്പോഴത്തേക്ക് ലേറ്റായി, ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ലേറ്റായി, അതാണ് സംഭവം. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങി, ഒന്നും നോക്കിയിട്ടില്ല. നേരത്തെ വരുമ്പോൾ 4 മണിയായി, കൊണ്ട് കാര്യമില്ല. 1 മണിക്കൂർ സമയം കറക്റ്റാണ്, 5 മണി, സന്ധ്യ ഒരു മഗ്‌രിബ് സമയത്ത് അവിടെ എത്തും, സന്ധ്യാസമയം അവിടെ എത്തും, കറക്റ്റാണ്, പ്രശ്നമൊന്നുമില്ല. ഞാനേറെ മോഹിച്ച പെണ്ണ്, കരളുരുകി സ്നേഹിച്ച പെണ്ണ്, ഈ നെഞ്ചിൽ വേദന തന്ന് എന്നെ വിട്ടകന്നൊരു പെണ്ണ്. ഞാനിങ്ങോട്ടെത്തി, എവിടെ? കണ്ണപുരം. ഞാൻ അമീർഷാൻ്റെ അടുത്ത് നിന്ന് തട്ടാടിയിൽ നിന്ന് പുട്ടും ബീഫാറ്റം കഴിക്കാമെന്ന് വിചാരിച്ചത്. അതൊക്കെ ഇന്ന് വെള്ളിയാഴ്ച, അമീർഷ കൂട്ടി, വെള്ളിയാഴ്ച ലീവാണ്. ഇനിയിപ്പോൾ ചൈനാക്കിളേൻ്റെ ഇവിടെ ഈ റോഡിന് കയറുന്നിടത്ത്, അതായത് ഇവിടെ കണ്ണപുരം ചൈനാക്കിളേൻ്റെ ഇവിടെ മറ്റേതുണ്ട്, എന്ത് അവിലിസ്തിരി ഉണ്ട്, അത് കഴിക്കാം, അതും ചായയും കുടിക്കാം, അതാണല്ലോ. കുറേ ആയി അവിലിസ്തിരി കഴിച്ചിട്ട്, അവിലിസ്തിരിയും ചായയും കുടിക്കാം. അപ്പോൾ അതേ നടക്കുള്ളൂ, അറിയാത്തടത്തൊന്ന് കയറിയിട്ട് നടക്കുള്ളൂ. ഇപ്പം വരും അവരിസ്തിരി അടിക്കുന്നുണ്ട്, അവരിസ്തിരി ആക്കുന്നുണ്ട്, ആക്കണമെന്നോ? അവലിസ്തിരി, ഇതാണോ അവലിസ്തിരി? അയ്യോ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മിക്സാക്കുക, ഇങ്ങനെ മിക്സാക്കിയിട്ട് എല്ലാം ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ട് ഒരു ചായ തന്നെ കേട്ടോ. മധുരം കുറക്കണേ കുറച്ച്. ഞാൻ വേറെ പോകുന്നോ, പിന്നെ ഉച്ചക്ക് ഫുഡ് വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അതെല്ലാം ഇവിടെ കയറി. കഴിച്ചിനോ? കഴിച്ചവരെ കമൻറ്റ് ചെയ്യട്ടോ.
കഴിച്ചവരുണ്ട് കമൻറ്റ് അടിപൊളിയാണ് നൈസാണ്. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ആളില്ല, പക്ഷേ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആൾ വരും കേട്ടോ. അപ്പോൾ 4 മണി എത്രയല്ലേ, 4:30 5 മണിയിലാകുമ്പോഴത്തേക്ക് നല്ല ആളായിരിക്കും ഇവിടെ. ഫുള്ള് ഈ സീറ്റെല്ലാം ഫുള്ളായിരിക്കും. ചായ കൊണ്ടുണ്ട് മധുരം കുറവ്. അവിലിസ്തിരി ആൾക്കാർ വരുന്ന പുറമേ വരുന്നുണ്ട്. ഇതാ വരുന്നുണ്ടോ, ആൾ വരുന്നുണ്ട്. ചായ മോശമില്ല. അവിടെ നിന്ന് ഇറങ്ങിട്ടോ, കയ്യിൽ പൈസ വെക്കാത്തതിൻ്റെ ഇത് ഫുള്ള് ഗൂഗിൾ പേ ഫോൺ പേയിൽ തന്നെ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ആക്ച്വലി ഇതെല്ലാം അതിൽ തന്നെ ആയതുകൊണ്ട് ഇടക്കിടക്ക് വല്ലപ്പോഴും കുടുങ്ങും. ഇപ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവരിസ്ത്രീച്ചില്ലേ, ആ അവരിസ്ത്രീൻ്റെ അടുത്ത് ഗൂഗിൾ പേ ഇല്ല, QR കോഡില്ല, ഗൂഗിൾ പേ ഫോൺ പേ ഒന്നുമില്ല. എനിക്ക് ഓർമ്മയില്ല. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കുറേ ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ട്. മുമ്പ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കലുണ്ട് മുമ്പ്. അപ്പം ഞാൻ ഇപ്പോൾ കുറേ വരാതെ അവിടെ മറന്നുപോയി, ഓർമ്മയില്ല. അപ്പോൾ ഞാനവിടുന്ന് കഴിക്കുന്ന സമയത്ത് ഒരു റാഫി എന്ന് പറഞ്ഞ ഒരാൾ അവിടുന്ന് എന്നോട് സംസാരിച്ചു. എന്നറിയാം, എനിക്ക് പണ്ടിപ്പോൾ കണ്ടുപിടിച്ചുണ്ടാവനെ, അതായത് ചെറുകുന്ന ഭാഗത്തുള്ളവ. അവൻ എൻ്റെ വീഡിയോയിലും കാണുന്നതെന്നെല്ലാം പറഞ്ഞ് സംസാരിച്ചു. ഞാൻ വീഡിയോയിലും കാണുന്നുണ്ടെന്നെല്ലാം പറഞ്ഞ് ഭയ്യ ഞാനെന്ത് ചെയ്ത് QR കോഡില്ലാന്ന് കണ്ടേരം ഞാൻ ഓനിക്ക് അയച്ചു കൊടുത്തു. ഓൻ കൊടുക്കാമെന്ന് അവൻ അയക്കൊന്നും വേണ്ട, ഞാൻ കൊടുത്തോളും. ഞാൻ വേണ്ട അയച്ചേരാം. അങ്ങനെ ഞാൻ അവൻ്റെ QR കോഡ് അവൻ്റെ ഗൂഗിൾ പേ നമ്പർ വാങ്ങിയിട്ട് അവനിക്ക് അയച്ചു കൊടുത്തു. റാഫി എന്ന പേര് അവൻ്റെ. അപ്പോൾ അവനിക്ക് അയച്ചു. അപ്പോൾ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ പൈസ വെക്കണം, ഇല്ലെങ്കിൽ കുടുങ്ങിപ്പോകും. ഇതുപോലെ വല്ലപ്പോഴും കുടുങ്ങിപ്പോകും. പിന്നെ നെറ്റ്വർക്കിൻ്റെ എല്ലാം പ്രശ്നം വന്നാൽ എന്തായാലും കൊടുക്കും, അറിയാമല്ലോ. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ വർക്ക് ആവുന്നില്ലെങ്കിൽ കുടുങ്ങുമല്ല, നന്നായിട്ട് കൊടുക്കും. ഇടയ്ക്ക് മുമ്പിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ ഇതുപോലെ കുടുങ്ങിനി. എപ്പോൾ ഒരു കേട്ടോ, ആകെ എനക്കങ്ങനെ ഒരു വട്ടമായിട്ട് അനുഭവം ഉണ്ടല്ലോ. നിങ്ങൾക്കെല്ലാം ഒരുപാട് അനുഭവം ഉള്ള ആളുണ്ടാവും. ഒരുപാട് അനുഭവമുള്ള ഉള്ളവർ കമൻറ്റ് ചെയ്യും കേട്ടോ. ഒരുപാട് അനുഭവം ഉള്ളവർ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം വേഗം പോവാട്ടോ. 4:30 മണിയായി, 4:35 കാരണം അവിടെ കയറിയോണ്ട് അത് കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് സമാധാനമായി. സത്യം പറയാമല്ലോ, ഒരു ചെറിയ വിശപ്പടങ്ങി, നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചില്ല. പിന്നെ ഞാനൊരു 3 മണിയെല്ലാം കഴിക്കഴിഞ്ഞാൽ പിന്നെ ചോറൊന്നുമില്ല. ഉച്ചക്കത്തെ ഫുഡ് പിന്നെ കഴിക്കില്ല, പിന്നെ ചായ. എനിക്ക് അങ്ങനെ ഉണ്ട്. 2:30 മണിയെല്ലാം കഴിഞ്ഞ് 3 മണി കഴിഞ്ഞാൽ പിന്നെ തീരെ തിന്നൂല, അങ്ങനെയുണ്ട്. അപ്പോൾ എന്നോട് ഇതല്ലേ. അപ്പോൾ സമയമില്ല. പിന്നെ അവിടെ കയറുമ്പോഴത്തേക്ക് ഇരുട്ടാവും നല്ലത്. കുറച്ച് മഗ്‌രിബ് സമയത്താണ് നല്ലത്. അവിടെ കയറുമ്പോൾ നോക്കാം അവിടെ എന്താ സംഭവിച്ചാലേ ടെൻ്റ് അടിക്കാൻ കഴിയുമോയെന്ന് അറിയില്ല എന്ന് പറയാൻ കാരണം എന്നറിയാം. ടെൻ്റ് എവിടെ അടിക്കാം, പ്രശ്നമൊന്നുമില്ല. അത് കുറച്ച് സ്ലോപ്പായ സ്ഥലമാണോ, കുറച്ച് സ്ലോപ്പായ സ്ഥലമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കുന്നിലേക്ക് കുറച്ച് ദിവസമായി പോകണമെന്നിരിക്കുന്നത്. അങ്ങനെ പോകുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ടെൻറ്റ് കുറേ ആയി. ഇപ്പോൾ എത്ര 2-3 വർഷമായില്ല ഉപയോഗിക്കാണ്ട് വെച്ചിട്ട്. അതൊന്ന് ഓപ്പൺ ആക്കണം, തുറക്കണം. തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി സെറ്റാക്കണം, അത്രയേ ഉള്ളൂ. അതാണ്, അല്ലാണ്ട് ഇന്നവിടെ കടന്ന് ഓക്കെ കടന്ന് തരാൻ വേണ്ടിക്കല്ല, അതന്നെ, വേറൊന്നല്ല. വാ, മഴ പൊടിയുന്നുണ്ടാ. കണ്ണിലേക്ക് ഒരു വെള്ളുറ്റി, കയറുന്ന കണ്ണിലേക്ക് വെള്ളുറ്റി, മുഖത്തേക്ക് കണ്ണിലേക്ക് സൈഡിലേക്ക് വെള്ളുറ്റിയോ. എൻ്റെ മോനെ മഴയാറ്റ പെയ്തിനെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ആലുമാടോലുമായ സാലക്കടിമാലുമാ തെച്ച് ഗലിച്ചിനി ഗ്രാക്കി വിട്ട സാലുമാ ചുംപിച്ചിക്കും ആവും, സീനാവും. പറശ്ശിനിക്കടവ് പാലത്തിന് മുകളിലേക്കിടെയാന്ന് തോന്നിപ്പോ. എത്രയോ ആൾക്കാർ പാലത്തിന് മുകളിൽ. നൈസാണ് കേട്ടോ, ഭയങ്കര രസമാണ്. ആൾക്കാരൊക്കെ ഉണ്ടോ? ഇതാ ഹൗസ് ബോട്ടെല്ലാം ഉണ്ട്. ഹൗസ് ബോട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ പാലത്തിന് താഴെ അങ്ങോട്ട് അടിപൊളി സ്ഥലമുണ്ട്, കുറച്ച് അങ്ങോട്ട്. ഞാൻ മുമ്പ് അവിടെ വന്നിട്ടുണ്ടായി. അങ്ങോട്ടേക്ക് പോയി വെറുതെ. ഇവിടെ ഇങ്ങനെ എത്തിയാലും നമ്മ അങ്ങോട്ടേക്കെല്ലാം വെറുതെ നടക്കാൻ വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നല്ല രസമാട്ടോ, അടിപൊളിയാണ്. അപ്പുറത്ത് പോയിൻ്റെ അപ്പുറ സൈഡിൽ ഇത് ശ്രീ മുത്തപ്പൻ്റെ ഇത്
ശ്രീമുത്തപ്പൻ അമ്പലം.